സുന്ദരി കുഞ്ഞോണോ തണുത്ത നമ്മുടെ പൊന്നിന് എടി നല്ലു ഡി എടി എഴുന്നേക്കടി നോക്കട്ടെ നോക്കട്ടെ തുടക്കട്ടെ എഴുന്നേറ്റ് എത്ര മണിയെന്നറിയാതെ നല്ലു ചേച്ചിനെ പോയി വിളിച്ച് എഴുന്നേക്കാൻ പറ നാണല്ലടി അവള് മേല് വരെ കഴുകിക്കഴിഞ്ഞ് എഴുന്നേറ്റാ നീ എഴുന്നേക്കണ്ട കേട്ടാ അവിടെ മുത്ത് അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു ഞാൻ നിന്നോട് രാത്രി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എഴുന്നേക്കണോന്ന് എത്ര നേരമെന്നറിയോ ഞാൻ വന്ന് വിളിക്കുന്നത് കൊറേ പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചായിരുന്നു പോ എഴുന്നേറ്റ് എടി നീ നേരത്തെ വന്ന് ഞാൻ നിന്നെ വിളിച്ചിട്ടല്ലേ പോയത് നിനക്ക് ഓർമ്മയില്ല നീ പോത്തുപോലെയല്ലേ കിടന്നുറങ്ങണത് ചൊല്ലി പെട്ടെന്ന് ചെല്ല് അത്തപ്പൂക്കൾ ഇടണമെങ്കിൽ പെട്ടെന്ന് ചെല്ല് ഇവിടെ വന്നു എഴുന്നേക്കുക നീ എവിടെയായിരുന്നു ഇത്രോട്ടം വിളിച്ചു ഇല്ല ഈ റൗണ്ടിന് ഫിനിഷ് ചെയ്തോട്ട് എന്റെ മുത്ത ആ റൗണ്ടിൽ അത് പൂ വെക്കണ്ട അത് കൊള്ളൂല റോസാപ്പൂ അങ്ങനെ വെക്കല്ലേ അല്ല ഇങ്ങനെ വെക്കാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം എന്തേലും അതൊരു സെൻസ് വേണം പൂ അധികം വരും ഡാഡി ഇവിടെ വെച്ചാ പൂ അധികം വന്ന തലയിൽ വെക്കും എന്നാ ശരി ഡാഡി പറഞ്ഞാലോ വെക്ക് ഇവിടെ അല്ലേ എടി ആ സെന്ററിൽ ഇവിടെ അതിലിങ്ങനെ ഓരോ പൂ വെക്കും റോസാ ഇവിടെ ശരി അല്ലെങ്കിൽ അവിടെ അതിലേക്ക് കൊടുക്ക് സൈഡിൽ ഇരിക്കണല്ലേ ഇളക്ക റൗണ്ട് ഇരിക്കണല്ലേ ഇളക്ക അല്ല ഡാഡി പറഞ്ഞു ഇവിടെ ഇരുന്നേന് കുറച്ചുകൂടെ ഭംഗിയാണ് അത് കൊള്ളൂല മക്കളുടെ ഇഷ്ടത്തിന് കുട്ടികളുടെ ഇഷ്ടത്തിനാണ് അത്തപ്പൂക്കൾ ഇടുന്നത് എടാ ഇത് ഒരു കലയാണ് കലാബോധമുള്ള ഒരുത്തനാണ് പറഞ്ഞത് അതൊന്നും നീ ഒന്ന് മനസ്സിലാക്കി അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് മക്കളെ റൗണ്ട് നല്ല രസമുണ്ട് അവർക്ക് കലയുണ്ട് ഇവിടെ എത്ര പ്രാവശ്യം അത്തപ്പൂക്കൾ സമ്മാനം മേടിച്ച ആളാണ് ഞാൻ ഈ സമ്മാനം മേടിച്ചത് ഞാൻ മത്സരിച്ചിട്ടുണ്ടാവില്ല അതാണ് എടാ ദേശപ്രേമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലെസ്ക ആസാൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെയൊക്കെ മത്സരിച്ച സമയത്ത് നിനക്ക് 4ാമത്തെ സമ്മാനമാണ് എനിക്ക് 1ാം സമ്മാനം എന്തെങ്കിലും പറഞ്ഞ ഇവിടുത്തെ കുറെ ട്യൂട്ടോറിയൽ കുറെ ലോക്കൽ ക്ലബിന്റെ പേര് പറഞ്ഞോളൂ എടാ ഞാൻ മത്സരിച്ച സമ്മാനം മേടിച്ചത് കേരള ഹൗസിൽ ഡൽഹി കേരള ഹൗസിൽ നീ അവിടെ പോയിട്ടുണ്ടോടാ നീ എന്റെ കൂടെ പാടാ നിന്നെ ഞാൻ കാണിച്ചു തരാം കേരള ഹൗസിൽ അത്തപ്പൂക്കൾ ഇട്ടിട്ട് അവസാനം പ്രധാനമന്ത്രിയുടെ PA വന്നിട്ടാണ് എനിക്ക് കൈപിടിച്ച് സമ്മാനം തന്നത് തെളിവുണ്ടാടാ അവൻ കേരള ഹൗസിൽ പോയിട്ടുണ്ട് വലിയ രാഷ്ട്രീയക്കാരാണ് അതിലൊരു രാഷ്ട്രീയക്കാരനാണ് എന്ത് കഷ്ടമാണ് ഒരു മടല് കിട്ടോ രണ്ടിനും പുറം പൊളിയണല്ലോ ഒന്ന് കൊടുക്കാവോ ഇവിടെ എന്നും ഇതാ അമ്മ കഷ്ടപ്പാട് ബാക്കിയുള്ളവർക്ക് തൊയ്യം തരില്ല ഉറങ്ങണ്ടേ അമ്മ ഇല്ലാത്തോണ്ട് ഇപ്പൊ കൂടുതലാ വേഷം കിട്ടും ഒരു പൂക്കളിട്ടേനാണ് ബഹളം പിള്ളേർ ഇതൊക്കെ ചെയ്തോളൂ കയ്യും കാലും മുഖവും കഴിയിട്ട് വന്ന് ദോശ തന്നെ ഉള്ളി ദോശ അല്ല ആടദോശ ഞാൻ എന്റെ അമ്മയുടെ അടുത്താണ് ചോദിച്ചു എടാ നീ ഒന്നും മിണ്ടാതിരിക്ക് കൊച്ചുങ്ങള് മകളെ കഴിഞ്ഞ വരെ കൈ കാലിട്ട് വാ അമ്മ നീ കൈ അവിടെ പോയി കഴിവാ അത്തപ്പൂക്കളം കഴിഞ്ഞ മക്കളെ ഇനി ഞാൻ ചുടാം തീർന്നമ്മേ 2 കൊണ്ടുള്ള മാവേ ഉള്ളൂ അല്ല നീ ഇതൊക്കെ കൂടെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ട് വയ്ക്കുക അപ്പോഴത്തേക്ക് അവരൊക്കെ വരുമല്ലോ ഞാൻ ചുട്ടോളാം ഞാൻ ചുടാന്ന് പറഞ്ഞില്ലേ നീ പോ അല്ല മരുമോളെ സ്നേഹിക്കാൻ ഒരു ഇത്തിരി സമയം വേണമല്ലോ നല്ല ആളാണ് മരുമോളല്ലോ സ്നേഹം മോളോടല്ലേ എടി ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ കാണിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും ആണ് വരുന്നത് എന്നിട്ട് ഓടി ഓടി അപ്പുറത്തോട്ട് പോകും ഇവിടെ ഇരിക്കാൻ നേരമില്ല കൊള്ളാം എടി എനിക്ക് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല എനിക്ക് മോളും ഒപ്പം തന്നെ മരുമോളും ഒപ്പം തന്നെ വല്ലപ്പോഴും ഞാൻ അങ്ങനെ കാണിക്കുന്നെങ്കിൽ അത് എന്തെങ്കിലും കാര്യം കാണും അപ്പോൾ 2 പേർക്കും തരേണ്ടതൊക്കെ ഞാൻ തരികയും ചെയ്യും ചുറ്റോളോ ഞാൻ കൊണ്ടുവെക്കട്ടെ നീ പോ അല്ലേ ഞാൻ ആലോചിക്കണം അമ്മ ഇവിടെ ഇല്ലായിരുന്നിട്ടും ഇവിടുത്തെ ന്യൂസുകൾ അവിടെ കൊണ്ട് കൊടുക്കാൻ അമ്മയ്ക്ക് ആളുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഞാൻ പറയാം വേറെന്തൊക്കെ പറഞ്ഞു അല്ല
കനകം നിങ്ങളെയൊക്കെ ഉപദേശിക്കുന്നത് കണ്ട പോലീസുകാരനല്ല ഉപദേശിയാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് അമ്മ. അത് എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു. എന്റെ അമ്മ എന്ത് പറഞ്ഞാലും ഇവന് ഉപദേശിച്ചു. ഓ ഹലോ അത് കാര്യം ഞാൻ ഉള്ള പക്ഷെ അത് കാര്യം പരദൂഷണം അല്ല കേട്ടോ, അത് കറക്റ്റ് കാര്യമാണ്. അത് അല്ല ഞാൻ പറയുന്നതും കറക്റ്റ് കാര്യമാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കിയാൽ മതി. അല്ലാത്തവർക്ക് ഉപദേശമായിട്ട് തോന്നും. അറിവില്ലായ്മേന്റെ കുറ്റമല്ല. എനിക്ക് അറിയാനുള്ള കാര്യം ഞാൻ പറയും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പോലീസ് ആവുന്നതിന് മുമ്പേ ഞാൻ അധ്യാപകനായിരുന്നു. ഗോപിയാൻ സലീം, കോളേജ് ഓഫ് ഇംഗ്ലീഷ്, സെന്റർ ഓഫ് ഇംഗ്ലീഷ്, കോപ്പറേറ്റീവ് കോളേജ്, ഇവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. വിജയ ട്യൂട്ടർ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പിള്ളേരുടെ ഒക്കെ ഒരു ഗതികേടെ അതിന്റെ ഒരു ഗുണം അവനില്ലെന്നുള്ളത്. മതി നീ കൂടുതൽ സംസാരിക്കണ്ട. എന്നെ കുറിച്ചും പറഞ്ഞു. എന്നെ കുറിച്ച് എന്തൊരു പറയാൻ? നീ നാട്ടുകാരെ പറ്റിച്ചിട്ട് അളിയന്റെയും കെട്ടിയോന്റെയും ചെലവിലാക്കി. അത് ശത്രുക്കള്, എന്റെ ശത്രുക്കള്. അപ്പൊ ലോകം മുഴുവൻ ശത്രുക്കളാ. ഇതിനകത്ത് കുറച്ചെങ്കിലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് തീരെ വെള്ളമില്ല. നിനക്ക് നിന്റെ ആങ്ങളെ പറയുന്നത് എന്നെ പറ്റുമല്ലോ പറഞ്ഞമ്മ. പറഞ്ഞു ഈ വയസ്സുകാലത്ത് നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതെ, എന്നോട് ചോദിക്കാതെ അതെ ക്ലീറ്റോനോട് ചോദിക്കാൻ പറ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ ചെലവിലാണോ ചോദിക്കുന്നത്? അപ്പൊ അമ്മക്ക് അങ്ങോട്ട് 2 വർത്താനം പറഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ ഈ ആൾക്കാർ എന്ത് പറയണത് നമുക്ക് വിഷയമല്ല. നമ്മൾ കുടുംബ സ്നേഹത്തോടെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതി. എനിക്ക് അമ്മ ഒരു ഉപകാരം ചെയ്യണം. അമ്മയുടെ സ്പെഷ്യൽ ഉപ്പേരി എനിക്ക് ഉണ്ടാക്കി തരണം. ഉപ്പേരി മേടിക്കുന്നതായിരിക്കും. അയ്യേ, മേടിക്കണത് അമ്മ ഉണ്ടാക്കണമല്ലോ എന്ന് വരൂല ഉപ്പേരി. ഈ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ നടക്കൂല. ഒരാൾ യൂട്യൂബ് കണ്ടിട്ട് അതിനകത്ത് സ്പെഷ്യൽ എള്ളുണ്ട് ഉണ്ടാക്കുന്ന രീതി കണ്ടുപിടിച്ച് ഇതിനെ നിർബന്ധിച്ചിട്ട് ശർക്കരയും എള്ളൊക്കെ മേടിപ്പിച്ചാണ്. ആ തട്ടിനോർത്തിരിപ്പുണ്ട്. ഉളുത്താണോ അത് ഞാൻ ഉണ്ടാക്കും. എന്ന് അത് അമ്മ വരാൻ വേണ്ടി ഇരിക്കായിരുന്നു, ഇന്നുണ്ടാക്കും അല്ലേ? ഞങ്ങൾ രണ്ടും കൂടെ ഉണ്ടാക്കും. പക്ഷെ അമ്മ തന്നെ ഉണ്ടാക്കണം, വേറെ ആരും. ഞാൻ തന്നെ ഉണ്ടാക്കാം. അമ്മയുടെ കൈപ്പണ്ണി ഇവിടെ ആരും. പെങ്ങളിനെ കുറച്ച് കാണിച്ചല്ലോ. ഞാൻ ഉണ്ടാക്കി എന്റെ ലില്ലി അത്ര മോശമൊന്നുമല്ല കേട്ടാ. ആരും മോശക്കാരല്ല. പക്ഷെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ കഴിയും. ഇത് A+, ഇത് A+, A, B+, അങ്ങനെ ഇപ്രാവശ്യത്തെ കാര്യം നോക്കണ്ട. പക്ഷെ അമ്മ വരുമ്പോ അമ്മയ്ക്ക് ഇന്ന റാങ്ക്. അപ്പൊ അമ്മ ഉണ്ടാക്കി തരണം. ഉണ്ടാക്കി തരാം. എന്നാ പിന്നെ എള്ളുണ്ടാക്കടി പോയി. മക്കളൊരു വര വരച്ചിട്ട് കളിക്കുന്നതല്ലേ നിങ്ങൾ ആ ട്രാക്ക്. ഇനി പിള്ളേരെ ഉപദേശിക്കാൻ പോയി. വരയ്ക്കാം മക്കളെ, വരയ്ക്കാം. ഇവിടെ ഒരു ചോക്ക് പീസ് എടുത്തിട്ട് മക്കളെ. ഓണമാണ് ഊഞ്ഞാലെത്തിയ ഹലോ, അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആള് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഊഞ്ഞാല് കേട്ട ആളിപ്പോ വരും. ആള് നമുക്ക് കേട്ടാളയാ. ഏയ്, അതൊക്കെ ആള് വരും ഇപ്പൊ. ആരായാലും ഇത്തിരി കെട്ടിത്താ. അയ്യോ വെള്ളം കൂടിപ്പോയേ. വെള്ളം കൂടിയിട്ടില്ല, കുറഞ്ഞു പോയിട്ട് ഒഴിക്കാം. നിന്റെ തന്നെ ഇഷ്ടം പോലെ അല്ല ഉണ്ടാക്കേണ്ടുന്നത്. ഇതാണ്ടേ ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ ഇതാ കണ്ട പോരാ. അത് ഇച്ചിരി തീ കൂട്ടി വെച്ചേ. കുറുവട്ട് ഞാൻ ഇളക്കാം. കുറച്ചു നേരം കൂടി ഇളക്കി കഴിഞ്ഞാൽ കുറുകും. ഓ, ഇത് കൂടിപ്പോയത് തന്നെ. ഇല്ലമ്മേ, എടി ഇങ്ങനെയൊന്നും അല്ല. ഇത് ശർക്കര പാണി കാച്ചിട്ട് അരിപ്പിൽ അരിച്ചൊഴിക്കണമെങ്കിൽ ഇതിലുള്ള അരിക്കാനായിട്ട് ഇത് ആവട്ടെ, അപ്പോഴും ഇതിപ്പോ ആവേണ്ട സമയമായല്ലേ. ശർക്കര പെട്ടെന്ന് കാച്ചിക്കൂടെ? ശരി, നിന്റെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തോന്നിനും. അതിനല്ല അമ്മേനെ വിളിച്ചത്. അത് മുമ്പേ നീ എന്തിനാ ചെയ്തത്? ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും പാട് കഴിയുമല്ലോ. ഇനിയിപ്പോ എന്തോ ശർക്കര അത് തീ കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം ഇട്ട് ഇളക്കിയാൽ മതി. അപ്പൊ അത് കുറുകിക്കോളും. അങ്ങനെയല്ലേ വെള്ളം വറ്റിക്കണത്. പറഞ്ഞും കൊണ്ട് അമ്മയ്ക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ വെറുതെ നിക്കാവോ? അപ്പത്തേക്ക് അത് പറ്റും. എള്ള എടുത്തോണ്ട് പോയി. വെള്ളം എടുത്തിട്ട് വരാം. എള്ളു നെയ്യിലല്ലേ ഇങ്ങനെ ഇതാക്കേണ്ടത്? അതൊക്കെ നീ എള്ളെടുത്തോണ്ട് വാ, അത് പിന്നെ അല്ലേ. അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും. അളിയാ, ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആളെ വിളിച്ചു. എനിക്കിതൊക്കെയാണ് പിടിക്കുന്നത്. ഓണം നാളെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരെല്ലാം ചേർന്ന് ഓരോരോ അത്തപ്പൂക്കൾ നമ്മൾ ഇടുന്നു, ഊഞ്ഞാൽ നമ്മൾ കെട്ടുന്നു, ചുറ്റിപ്പറിക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. ചുമ്മാ ഈ മരത്തിൽ കയറി ഊഞ്ഞാലിടണം നമ്മൾ വിചാരിക്കണം. നമ്മൾ നിൽക്കുമ്പോൾ വളർന്നു വന്ന മരമല്ലേ ഇതിനൊപ്പം വളർന്നു. സാറേ, ഈ മരത്തിൽ കയറണതേ വളരെ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല കേട്ടോ. എന്റെ കുട്ടപ്പ, ഇത് നമ്മളോടൊപ്പം വളർന്ന മരമാണ്. അത് സാറൊന്ന് കയറി നോക്കണം. സാറൊന്ന് കയറി നോക്കണം. എന്റെ ഉറുമ്പടിയും കൊണ്ട് ഇതിന്റെ മണ്ട ഇരിക്കണതേ. വീടാ വലിച്ചു വിടാ, ഒന്ന് തൂങ്ങി നോക്ക്. ഓണത്തിന് ഈ ഏരിയയിൽ എല്ലാം ഊഞ്ഞാലിടുന്ന കുട്ടപ്പൻ തന്നെ. പിന്നെ എത്രയാ ഊഞ്ഞാലുകൾ കെട്ടിയിരിക്കുന്നത്. പിന്നല്ലാതെ നോക്കട്ടെ. കഴുത്തിക്കൈയിലൂടെ അവസാനം ഞാൻ ജയിലിൽ പോകും.
ഓ മക്കൾ ഇറങ്ങിയോ ഇതൊക്കെ ചെയ്യണം എന്തിനെന്നറിയാമോ? ആ അയ്യോ എന്റെ സഹോദരന്റെ ഒരു മുഖം നോക്കിയിട്ടാണ്. ഏ സൗകര്യം നമ്മളെ സഹോദരൻ ഓ അത് ശരി ആ എത്ര കാലം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ആഹാരം കഴിക്കണം. ഒരു നേരത്തെ പറ്റി കഴിക്കണതിന്റെ ഒരു ഇതൊന്നും കാണിക്കണ്ടേ അത് നമ്മൾ? മതി അത് കുഴപ്പമില്ല മനസ്സിലായോ? കുട്ടപ്പൻ നമ്മളുള്ള ബന്ധം അത് വേറെ എന്താണ് വരുന്നത് ബന്ധം? കേട്ടോ സാറേ, ആ സാറിന്റെ ഉദ്ദേശം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അതും കയ്യിൽ വെച്ചേക്കേ. ഇല്ല അളിയ അങ്ങനത്തെ അളിയ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കില്ല. കാര്യം ചെയ്യ്. നീ ഇത് പിടിച്ച് നല്ല വൃത്തി നോക്ക് നോക്ക്. ഓ ലെവലല്ലേ അളിയ ആ അല്ലേ? ആ നമ്മൾ കയറി തൊന്നലാട്ടൊക്കെ ചെയ്യും, തൊന്നും ആടും ആര്? ഞാൻ. നിങ്ങൾ ഇനി എത്ര പേര് കയറിയാലും ഇത് പൊട്ടി വീഴൂല. കുട്ടപ്പൻ കെട്ടിയാലും കുട്ടപ്പനാണ് ഒരു കെട്ടിയിരിക്കുന്നത്. കുടുംബം മുഴുവൻ വേണമെങ്കിലും കയറാം. എന്റെ പിള്ളേർക്ക് വേണ്ടിയില്ലേ ഇത് കിട്ടണേ അല്ലേ മക്കളെ? ആ ഇരിക്കുന്ന ആടണം കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ടായിരുന്നു കെട്ടിയിരുന്നു അല്ലേ? അത് ആ മരം ഒടിഞ്ഞു പോയില്ലേ? അത് കാറ്റിലും മഴയിലും ഒരു മഴയല്ലേ? വീണ്. ആ അതല്ലേ ഇങ്ങോട്ട് നീ കെട്ടിയത്. നല്ല വില ഉണ്ടോ നോക്കണേ. നീറുണ്ടാ ഇപ്പൊ? മീറുണ്ടോന്നാ ഒന്ന് കയറി നോക്കണം സാറ്. ഭയങ്കര മീറ് കേട്ടാ. എവിടെയൊക്കെ കയറി കടിക്കണം എന്റെ അമ്മ. കുട്ടപ്പ, ഇതിപ്പോ ഓക്കെയാണ്. ഇത് ഓക്കേ. ശരിയായോ? നീ ഇറങ്ങി താഴെ കേട്ടോ. ഇറങ്ങട്ടാ. ഓ ഇറങ്ങട്ടാ. ഓ ഇത് ഇവിടെ നോക്ക്. സാറേ നോക്കിയോ? സാറിന് ഇഷ്ടപ്പെട്ടില്ല. എന്റെ അളിയെ നോക്കുന്നുണ്ടല്ലോ. അളിയൻ നോക്കി, ഇനി അളിയനാണ് ഇത് തൃപ്തി വരേണ്ടത്. എനിക്ക് ചെവിതലയാക്കൂല. ഓണം കഴിയണ ഒരാളെ ഇത് പറഞ്ഞോണ്ടിരിക്കും. ആ കുഴപ്പമില്ല. കൊള്ളാം. ഇനി ഓക്കെ പോലീസുകാരൻ തൂങ്ങി. ഇനി പിന്നെ ഒന്നും നോക്കാം. ഈ കുട്ടപ്പനെ എത്രയോ തൊട്ടില്ല അല്ല ഊഞ്ഞാൽ കെട്ടിരിക്കണം അറിയാം. എന്റെ പൊന്നെ എത്ര പ്രാവശ്യമായി കുട്ടപ്പായത്. അയ്യോ അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചതാ. പിന്നെ നിന്റെ അടുത്ത് ആര് പറഞ്ഞു നെയ്യിൽ വറക്കാൻ? ഇത് കഴുകിയിട്ട് വേണ്ടേ വറക്കാനുള്ളത്? കഴുകാനായിട്ട് അതിന് തഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനാ പറയുന്നത്. എനിക്കറിയാലോ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോഴത്തേക്ക് അവര് കഴുകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിതൊന്നും അറിയണ്ടേ. ഏത് സാധനവും കഴുകിയിട്ടേ ഉപയോഗിക്കാവൂ. എനിക്ക് ഈ വൃത്തിയും വെളുപ്പൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ല കഴുകിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓഫ് ഇല്ല ഓഫ് ചെയ്. ഇടട്ടെ അതിൻ്റെ അകത്തോട്ട്. ഓഫായ ഇടട്ടെ. ഓ എപ്പോഴാ ഉണ്ട പിടിക്കണത്? ഇപ്പോഴെങ്കിലും പിടിച്ചളയരുത്, കൈ പൊള്ളി പോകും. ഒന്ന് തണുക്കട്ട്. വെള്ളം വെക്കല്ലേ, തീരിപ്പ കഴിയും മക്കളെ. ഫസ്റ്റ് ഞാൻ കയറട്ടെ. ഞാനും നീ കൂടെ കയറാം. മാമ ടെസ്റ്റ് അത് മാമ നോക്കട്ടെ. സയ്യൂനെ കയറ്റി. മാറില്ല ബാക്കിലോട്ട് അയ്യോ ആ ആടുന്നില്ലേ? അല്ല ഞാൻ കുറെ ആടിയതല്ല. പിന്നെ എങ്ങനെയുണ്ടോ നോക്ക്. നോക്കട്ടെ. ഓണായിട്ട് എങ്ങനെയുണ്ട്? ഇനി ആര് ഗുണം ഇരിക്കല്ല. ഞാൻ വേണമെങ്കിൽ 2 ആട്ടാട്ടി തരാം. അളിയ പണ്ട് നീ എന്നെ ആട്ടി തള്ളിയിട്ട മതി 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 ഇടയിൽ കുടപ്പിട്ട് വേട്ടോടിയ വേണ്ട മതി തല ഇറങ്ങും. അപ്പൊ നോക്കാണല്ലേ. എന്തായാലും ഈ ഇടക്കാലത്ത് കെട്ടിയല്ലേ നല്ല ഊഞ്ഞാലിതി തന്നെ തന്നെയല്ലേ? അത് മനസ്സിന്റെ ഒരു പൊരുത്തമാണ്. നമ്മുടെ തമ്മിലുള്ള പൊരുത്തം അങ്ങനെ അല്ല അളിയ. കേറണ്ടേ? നിങ്ങൾ നോക്ക്. അവൾക്ക് കേറണ്ടേ? കേറ്. കേറട്ടെ. ഇത് നാട് നമുക്ക് പോണോ? ഞാൻ ആട്ടിത്തരാം. മാമ ആട്ടിത്തരാമേ. അടിക്കോ. എങ്ങനെയുണ്ട്? അടിപൊളി. ആ മക്കളെ മുത്തി പൊന്നിനെ കൂടെ ആട്ടിക്കൂടെ. ഞാൻ ഇറങ്ങാം. മക്കളിരുന്നോ? മക്കളിരുന്ന് മടിയിൽ വെച്ചാൽ മതി. അത് ഇവളെ ചരിവ്, ഇവളുടെ സ്വഭാവം ഇവള് ചരിവ്. തന്നെ ആ പിടിച്ചോ പിടിച്ചിരുന്നോ? ഞാൻ ആട്ടിക്കൊടുക്കാം. നമ്മളെ പിള്ളേരെ സ്വന്തം പിള്ളേരെ പോലെ ഭയങ്കര സ്നേഹമാണ്. എവിടെയും പോകണ്ടോ? നീ ഇപ്പൊ എവിടെയെങ്കിലും പോണോ? പോകണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്തും സാറേ ഇത് പോക്കറ്റിട് വെറുതെ ഞാൻ അവന് നമ്മളെ ബന്ധം എന്ന് പറഞ്ഞ സാറിന് എന്താന്ന് സാർ പറയണത്? ഇല്ല സാറ് പോക്കറ്റിടത്. സാറ് പോക്കറ്റിട്. ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ആട്ടിക്കൂടെ മക്കളെ. അവള് ചറുവോന്ന് എനിക്കൊരു ഇല്ല പിടിച്ചിരിക്കണം. വീട്ടില് ഓണൊക്കെ വരല്ലേ. നല്ല അവളെ പിടിച്ചോ. നീ ഒരു കാര്യം ചെയ്യും, ഒരു 1000 രൂപ സാറിൻ്റെ വാങ്ങിച്ചാണ്. അല്ല വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് 3 പിള്ളേർക്ക് ഇനി ഓണായിട്ട് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ. നീ ഒന്ന് പറഞ്ഞ് സെറ്റപ്പ് ചെയ്യും. നീ വേറൊന്നും വേണ്ട, 2 ദിവസം കഴിഞ്ഞ് മറിക്കാന്ന് പറ. കടമേട്ടാ എടയ്ക്ക് ഇതിപ്പോൾ ഊഞ്ഞാൽ കിട്ടിയത് വെറുതെ ഇല്ലേ, അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് കിട്ടിയില്ലേ, അതിനൊന്നും പൈസ വേണ്ട. നീ ഒരു 1000 രൂപ എങ്ങനെയെങ്കിലും മറിച്ച് വാങ്ങിച്ചു. നീ സംസാരിച്ച് നോക്കും. നീ സംസാരിക്കാം.
കുറച്ചാട്ടേനെ. അളിയാ കുട്ടപ്പനെ പിന്നെ 3 പിള്ളേരാണ്, പ്രാരാബ്ധമാണ്. ആകെ ഓണമൊക്കെ വരെയാണ്. അവന് ആകെ ഒരു പ്രതിസന്ധി. ഊഞ്ഞാൽ കെട്ടിയൊന്നും കൊടുക്കണ്ട, ഫ്രീ. അതൊരു 1000 രൂപ 2 ദിവസത്തേക്ക് കടമായിട്ട് കൊടുത്തു കടമായിട്ട്. എന്തിനളിയാ ഛേ പറയലളിയാ, അവൻ പറഞ്ഞില്ലേ നീ പറയാനായിട്ടേ? ഇത് എനിക്ക് ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ അല്ല എന്റെ പരിചയത്തിലുള്ള ഒരുപാട് പേർക്ക് ഞാൻ സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അവർ ചോറയുമ്പോഴത്തേക്ക് പതുക്കെ അവൻ അഭിമാനമുള്ള കൂട്ടത്തിലാണ്. വെളിയിലൊന്നും പോയി ഇതുകൊണ്ട് ഈ പൊല്ലാപ്പിന് പോകണ്ടാത്തതാണ് ഞാൻ പറഞ്ഞു ഞാൻ കയറി കെട്ടിക്കോളാന്ന്. ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ കയറി കെട്ടിക്കോളാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് തരുമോ? സത്യം ആള് പാവമാണ്. വേണ്ട നിവൃത്തി ഉണ്ടെങ്കിൽ അവൻ ചോദിക്കൂല. ഒരു വേണ്ട അത്രയും ബന്ധമുള്ളടുത്ത് പോയി പണി ചെയ്യുന്നതുകൊണ്ടല്ലോ പൈസ വാങ്ങിക്കല്ലോ, ഫ്രീ ആണ്. അങ്ങനെയാണ് സ്നേഹബന്ധമാണ് അവൻ വലുത്. ഇവിടെ എൻ്റെ അടുത്തൊന്നും പൈസ ചോദിക്കാക്കൂലേ. അതല്ലേ അവൻ ഇതിപ്പോൾ അതിൻ്റെ കടമായിട്ട് കൊടുത്താൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുതരും. സത്യം കൊണ്ടുതരും. കുഴപ്പമില്ല സാറേ, 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാം. 2 ദിവസത്തേക്കുള്ളൊരു പറയും കടമായിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ എനിക്ക് വെളിയിൽ പോയി ചോദിക്കുന്ന ഒരു ശീലമില്ല. അത് നമ്മളെ സ്വാതന്ത്ര്യം ബന്ധുക്കളായതുകൊണ്ട് പ്രശ്നമില്ല. സഹോദരി അതൊക്കെയാണ്. അതാണ് തങ്കം എന്നൊക്കെ പറഞ്ഞാൽ അവന് ജീവനാണ്. നമ്മൾ പിള്ളേരെയൊക്കെ മൊത്തം ജീവനാണ് അവൻ. അങ്ങനെ ബന്ധമാണ് നമ്മളെ. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ ചോദിച്ചില്ല. ഞാൻ ചോദിക്കില്ലേ, ഒരു 1000 രൂപ കൂടുതലേ. അപ്പം 2 ദിവസം കൊണ്ട് തരും. മുത്തേ മക്കളെ മാമിൻ്റെ അടുത്ത് പോയിട്ട് മാമൻ പറഞ്ഞു 1000 രൂപ തരാൻ പറഞ്ഞു. ആ ബുക്കിനകത്തിരി കൊണ്ട് സൂപ്പറായിട്ടാണ്. പിടിച്ചോളാം, നല്ല പിടിച്ചോ. അടുത്ത വരില്ല. ഓക്കെ, അടുത്ത വർഷം ഞാൻ തന്നെ കെട്ടും. കണ്ടാ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഊഞ്ഞാല്. കുട്ടപ്പാ, പിള്ളേരെ കൊണ്ട് ഇടയ്ക്ക് ഇറങ്ങിച്ചോട്ട്. പിന്നെന്ത് മുത്താട്ടിക്ക് മുത്താട്ടിക്ക് മതിയാവോ? അയ്യോ 2 ദിവസം തരും. 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുതരാം. അളിയും കൂടെ അളിയൻ്റെ കയ്യുണ്ട്. ഐശ്വര്യ ഓണം ഐശ്വര്യമായിട്ട് അളിയൻ്റെ കയ്യുണ്ട്. ഐശ്വര്യമായിട്ടും കൂടെ അളിയ. ഓ, ഐശ്വര്യമായിട്ട് സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഈ വർഷത്തെ ഓണത്തിൻ്റെ പൈസ. അയ്യോ സന്തോഷമായി. അളിയും ഭയങ്കര രാശിയുള്ളവനാണ്. പിന്നെ മക്കളെ പോട്ടാ കേട്ടാ, കാണാം. അടുത്ത വർഷം കാണാം നമുക്ക്. ഇതേപോലെ അടിപൊളി ഊഞ്ഞാൽ കെട്ടിത്തരാം കേട്ടാ. ആ ശരി. പിന്നെ അഴിക്കാൻ നേരത്തെ എന്നെ തന്നെ വിളിക്കണേ. എന്നൊരു കാര്യം, ഞങ്ങൾക്ക് പൈസ ഒന്നും വെച്ച് നീട്ടിക്കളയില്ലേ. എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ബന്ധമാണ് ഞാൻ വരും. പോട്ടെ സാറേ, ശരി. എന്ത് സ്നേഹമുള്ളതെന്ന് നോക്കിയാൽ അളിയാ. നാട് മുഴുവൻ ഇതുപോലത്തെ കുട്ടപ്പന്മാരായിരുന്നെങ്കിൽ നാട് കുട്ടപ്പന. കെട്ടി കെട്ടി നിന്റെ സഹോദരൻ കെട്ടി. നീ കിട്ടിയത് ഞാനല്ല, എന്റെ മറ്റേ സഹോദരൻ ഉണ്ടല്ലേ, കുട്ടപ്പ സഹോദരൻ. കുട്ടപ്പേശ്ശേരി 1000 രൂപ മേടിച്ചോണ്ട് പോയി. ഊഞ്ഞാലേട്ടൻ 1000 രൂപ. അത് കടമായിട്ടല്ലേ. ഊഞ്ഞാലേട്ടിന് നയ പൈസ വാങ്ങിച്ചില്ലല്ലോ. അങ്ങനെ അവന് വാങ്ങിക്കാൻ പറ്റുമോ? അതല്ലേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. കടമായിട്ട് 1000 രൂപ. ഇതിപ്പോ കടമായിട്ട് 2 ദിവസത്തിനകത്ത് തിരിച്ചു തരാമെന്ന് മാറും. ഞാൻ അടുത്തേ പഴയ പോലെ അല്ല. അങ്ങനെയൊന്നുമില്ല. ഒറ്റയ്ക്കല്ല. പിടിച്ച് കാട്ടണോ? വേണ്ട, പിടിക്കണോ? പതുക്കെ കാട്ടിയാ മതി. പതുക്കെയാണ്. ഇതെന്തെന്ന് അങ്ങനെ എനിക്ക് നടന്നാ പോരെ. എനിക്ക് അങ്ങനെയാണ്. മുത്ത സ്പീഡ് കുറച്ചാട്ട് മുത്ത മതി. ഊഞ്ഞാല് കെട്ടി ആട്ടം തുടങ്ങിയാ വരാ. വെള്ളുണ്ട റെഡിയായി. വാ കഴിച്ചിട്ട് പോയിട്ട് ആടേ. എന്റെ കൊച്ചിന് ചെരുപ്പൊന്നും എടുക്കാത്ത പോണത്. ആ എള്ളുണ്ടയുടെ മണം അടിച്ചിട്ട് എപ്പോഴേ ഒരെണ്ണം കഴിക്കണമെന്ന് പറയുന്നത്. എള്ളുണ്ടാ എന്റെ കുട്ടിക്ക് കൊടുക്ക. എവിടെ അമ്മ ഉണ്ടാക്കി എള്ളുണ്ടാ. എന്റെ കൊച്ചിനോട് ചോക്ലേറ്റ് പരിപ്പ് അല്ല, ശർക്കര ഇത്തിരി കൂടി. ശർക്കര കൊള്ളുകയായിരുന്നു. അതായിരുന്നു. നീ എവിടെ നേരം മൂത്ത ശർക്കര എന്റെ അമ്മ എന്റെ പെണ്ണുകൂടെ ഉണ്ടാക്കിയത് എന്താ കുഴപ്പം? അത് മുമ്പ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ കഴിച്ചു നോക്കുവോ? ഇത് ഇങ്ങനെ ഇതെന്തോന്ന് എള്ളുണ്ട? അമ്മ ഇതിനു മുമ്പ് എള്ളുണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇതിന്റെ ആദ്യത്തെ അനുഭവം. ഞാൻ എത്രയോ പ്രാവശ്യം എള്ളുണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു.
ഇതിന് കയ്പുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇത് ഞാൻ കടിച്ചോ, ഇത് എനിക്ക് വേണ്ട. കൊള്ളാമോ? കൊള്ളത്തില്ല. ഓ പല്ല് പോയി. പല്ലില്ലല്ലോ, അത് ശർക്കര കൂടി പോയിട്ടാ. പക്ഷെ ഇതിനകത്ത് ഇട്ടേക്കണതേ കഴിക്കുന്നു. ഇത് എവിടുന്നാ? ഇത് ആരാ എല്ലാം മേടിച്ചത്? ഇത് പഴയല്ലോ. ഇല്ല, ഏട്ടൻ മേടിച്ചോണ്ട് വന്നു. അന്ന് എള്ളു കൊള്ളൂലാത്ത കേട്ടോ, അതായി കഴിക്കുന്നത്. എള്ള് പകുതിയേ ഇട്ടുള്ളൂ. അടുത്ത കയ്പ് കയ്പ് കയ്പ്. നിനക്ക് ടേസ്റ്റ് പറഞ്ഞൂടെ? വേണ്ട, നീ കഴിക്കണ്ട. എന്റെ പൊന്നളിയാ, പൈസ കൊടുത്ത് നല്ല സാധനങ്ങൾ വാങ്ങി ഏതെങ്കിലും കടയിൽ ഫ്രീ ആയിട്ട് വല്ലതും കിട്ടുന്ന അതൊക്കെ മേടിച്ചോ. ആര് ഫ്രീ ആയിട്ട് മേടിച്ചത്? ഒന്നീ ശർക്കര കൊള്ളൂല, അല്ലെങ്കിൽ എള്ളു കൊള്ളൂല. ശർക്കര എങ്ങനെ കൊള്ളൂല? ശർക്കര എള്ളു ഉച്ചു കുത്തി പോയതായിരിക്കും. ഇത് ഇനി എല്ലാവരും സൂക്ഷിച്ചു വെച്ചാൽ പട്ടി അറിയാം. കല്ല് പോലെ ഇരിക്കുന്നു. ഇതായിരുന്നു. എന്റെ അമ്മ ഇത്രയും കൊതിപ്പിച്ചല്ല അമ്മ. ചേട്ടാ ഞാനെന്തോ ഇത്. അല്ല, അതിനെന്തെങ്കിലും കംപ്ലൈന്റ് താ. രണ്ട് വർത്താനം അതിനെ പറഞ്ഞിട്ട് തന്നെ കാര്യം. അതിനെ പോലീസുകാരനെ പറ്റിക്കാൻ നോക്കിയാ പിന്നല്ലാതെ. ഏത് കടയിലാണെങ്കിലും അവൻ്റെയൊക്കെ മുഖത്തോട്ട് കൊണ്ടുവന്ന് ഇടണം ഇങ്ങനെ ചീത്ത സാധനം തന്ന് പറ്റിക്കണതിന്. പൂത്താണടി. പൂത്തൊന്നുമല്ല. അയ്യോ മോനെ, ഇതെവിടുന്നാ നീ മേടിച്ചത്? ബൈഷയുടെ സൂപ്പർ മാർക്കറ്റ്. എള്ള് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയെങ്കിലും കിട്ടിയത് വലിയ കാര്യമായി. എടാ ഇത് എള്ളല്ല, ഇത് ജ്യൂസിലൊക്കെ ഇടൂലേ, കസ്കസ്. പൊന്ന് കനക, എള്ള് കണ്ടാ പോലും. പൊന്നടി എവിടാ എന്റെ എടുത്തോണ്ട് തന്നത്? ഏട്ടൻ എള്ളാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം മേടിച്ചോണ്ട് വന്നത്. അപ്പൊ ഏട്ടനും അറിയില്ല, ഏടത്തിക്കും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് പോലീസുകാരൻ സ്പോൺസർ ചെയ്ത കസ്കസ്. ഇനിയിപ്പൊ കൂടുതലൊന്നും വർത്താനം പറയണ്ട, പോട്ടെ, സാരമില്ല. കസ്കസ് നല്ല സാധനം തന്നെ. നല്ല ആരോഗ്യമുള്ള സാധനം. അളിയാ, ഇത് കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് ജയിലിനകത്ത് പ്രതി കിടക്കണം അവന്മാർ കൂട് ഉണ്ടാ. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ, നിങ്ങളൊക്കെ കഴിക്കുന്നേ. ഈ ഒരു കാര്യം ഒരു ചിറ്റിയിൽ വെച്ച് അടിച്ച് പൊട്ടിച്ചതാ. പിന്നെ ഇതില്ലാതെ എങ്ങനെ തിന്നുപടി പറ്റില്ല. ഞാൻ ശ്രമിച്ചു, കുറേ ശ്രമിച്ചു. കസ്കസ് ഉണ്ടാ. Aliens